അവാർഡുകളുടെ ദിവസമായിരുന്നു ഇന്ന്. അതേപോലെ തന്നെ കോൺട്രവേഴ്സികൾ ഒട്ടും കുറവില്ല, നല്ല കോൺട്രവേഴ്സി ഉണ്ട്. നമ്മുടെ മമ്മൂക്ക ഫാൻസ് നിരാശരാണ്. മമ്മൂക്കാക്ക് അവാർഡ് ഇല്ല എന്ന് പറഞ്ഞ ഒരു സൈഡിലൂടെ ഇങ്ങനെ കുറെ പൊളിറ്റിക്സ് പോകുന്നുണ്ട്, കുറെ ഫാൻസ് അസ്വസ്ഥരാണ്. ഒരു അവാർഡിലല്ല എല്ലാം ഇരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീൽ കേട്ടോ. കാരണം ഏറ്റവും വലിയൊരു അവാർഡ് ഒരു നടന് കിട്ടാനുള്ളത് എന്താ? ആളുകളുടെ അംഗീകാരം. ആളുകളുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താ? സിനിമ ഹിറ്റാവുക, ആളുകൾ അയാളെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. ഒരു നടനോ നടിക്കോ അതിലും കൂടുതൽ വലിയൊരു അവാർഡൊക്കെ വേണോ? അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ആണെങ്കിലും നാഷണൽ അവാർഡ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ, അത് അവർ ചെയ്ത വർക്കിന് ഒരു റെക്കഗ്നിഷൻ അവരുടെ സ്റ്റേറ്റിൽ നിന്നും അവരുടെ രാജ്യത്ത് നിന്നും കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷെ അതിന്റെ പേരിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുവിളിയും തല്ലും എന്തിനാന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മക്കളെ? അപ്പൊ എന്താണെങ്കിലും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ടർ ഗോസ് ടു പൃഥ്വിരാജ് സുകുമാരൻ. ഇപ്പൊ പൃഥ്വിരാജ് സുകുമാരന് ആട് ജീവിതത്തിനാണ്, ദ ഗോട്ട് ലൈഫിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. കൂടെ നമ്മുടെ മമ്മൂക്ക ഉണ്ടായിരുന്നു. കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ അതിന് അതേ കാറ്റഗറിയിൽ ടഫ് ആയിട്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ പൃഥ്വിരാജ് സുകുമാരൻ ദ ബെസ്റ്റ് ആക്ടർ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടി. പിന്നെ കുറെ മീഡിയാസിൽ കണ്ടു മമ്മൂക്ക ടഫ് ഫൈറ്റ് കൊടുക്കുകയാണ് സ്റ്റേറ്റും നാഷണൽ അവാർഡിലും, രണ്ടും കൂടി ഒരു ദിവസം വരുമ്പോൾ രണ്ടും മമ്മൂക്ക തൂക്കുന്നൊക്കെ പറഞ്ഞു ഇവിടെയുള്ള മീഡിയാസ് തള്ളിപ്പിടിച്ച് വിടലായിരുന്നു. ലേറ്റർ ആണ് മനസ്സിലായത് മമ്മൂക്കാന്റെ ഒരു സിനിമ പോലും നാഷണൽ അവാർഡിന് കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ഋഷഭ് ഷെട്ടിയാണ് ബെസ്റ്റ് മെയിൽ ആക്ടർ. ഓക്കെ, ഋഷഭ് ഷെട്ടിക്ക് കാന്താര കന്നഡ ഫിലിമിനാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കിട്ടിയതിൽ പിന്നെ BJP മറ്റത് മറിച്ചത്, അയോധ്യയെ പോയി മറ്റേ എന്താ പറയുക നരേന്ദ്രമോദിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു, അങ്ങനെ കുറെ സാധനങ്ങൾ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. കാരണം കാന്താര എന്ന് പറഞ്ഞ മൂവി എന്തായിരുന്നു എന്നും കാന്താരയിലെ പെർഫോമൻസ് എന്തായിരുന്നു എന്നുള്ളതും എല്ലാവരും കണ്ടതാണ്, ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തതാണ്. സോ അതൊരു ഡിസേർവിങ് ആണ്, അതിലും അതിന്റെ ലാസ്റ്റ് ഒക്കെ എന്തായിരുന്നു ക്ലൈമാക്സിലൊക്കെ അങ്ങേര് കാണിച്ചു വെച്ച് ഋഷഭ് ഷെട്ടി. സോ അത് വേറെ ലെവൽ സാധനമായിരുന്നു, അതിലൊന്നും പറയാനില്ല. പിന്നെ ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ മീഡിയാസിനോട് ആര് പറഞ്ഞു എന്നറിയാൻ പാടില്ല. ഈ പറഞ്ഞ നമ്മുടെ മമ്മൂക്ക നാഷണൽ അവാർഡിന് ടഫ് ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നെക്ക് ടു നെക്കാണ് ഫൈറ്റ്. ഋഷഭ് ഷെട്ടിക്കൊപ്പം മമ്മൂക്ക ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മീഡിയാസ് തള്ളി വിടുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടിയുടെ ഒരു സിനിമയും ദേശീയ അവാർഡിന് അയച്ചിട്ടില്ല. ജൂറി അംഗം MB പത്മകുമാർ അങ്ങേരിട്ട വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാട്ടാ. ഈ മാധ്യമങ്ങളൊക്കെ പല നവമാധ്യമങ്ങളും പല പ്രശസ്തമായ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലൊക്കെ ഇതിനെക്കുറിച്ച് ഒരു സജീവ ചർച്ചയിലായിരുന്നു. അപ്പൊ അതിനകത്ത് വന്ന അഭിപ്രായത്തിലൊക്കെ പറയുന്നത് മമ്മൂട്ടി എത്ര മത്സരിച്ചാലും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല, കാരണം ഭരിക്കുന്ന BJP ആണല്ലോ. എന്തായാലും കാന്താരയ്ക്കുള്ള ഋഷഭ് ഷെട്ടിക്ക് തന്നെ അവാർഡ് കിട്ടും എന്നുള്ള ചർച്ചയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് നടന്നത്. അപ്പൊ ഇന്ന് അതുപോലെ തന്നെ സംഭവിച്ചു, മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ല. മലയാളിക്ക് വല്ലാത്ത വേദനയാണ്. ആട്ടം പോലുള്ള സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ കിട്ടി സന്തോഷിക്കുന്നുണ്ടെങ്കിലും പക്ഷേ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടാത്തതിൽ നമ്മളൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ്. പലരും വളരെ മോശമായ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലരൊക്കെ എഴുതിയിരിക്കുക ഇങ്ങനെയാണ്, ഉറപ്പാണ് കിട്ടില്ല, അതിപ്പോ എങ്ങനെ തകർത്ത് അഭിനയിച്ച് ആടിയാലും കിട്ടണമെങ്കിൽ ഈ നാറിക്കൂട്ടങ്ങൾ അവിടെ നിന്നും ഇറങ്ങണം, അടുത്ത പത്മഭൂഷൺ, അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര തവണയായി 2014 ശേഷം മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾ ഈ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് മതം നോക്കി ആളുകളെ തരംതിരിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, മമ്മൂട്ടിയുടെ തട്ട് താണു തന്നെ ഇരിക്കും. ഇതിപ്പോ വായിച്ചാൽ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഇങ്ങനെ കമന്റുകളാണ്. 2022 നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റാണ് ഇതിനകത്ത്. ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മമ്മൂട്ടി സാറ് നൻപകൽ നേരത്ത് മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? എന്നിട്ട് അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ്, മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം BJP ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ പഴി മുഴുവൻ BJP സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചതും ആരാന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. സംസ്ഥാനം ആര് ഭരിച്ചാലും ദേശീയം ആര് ഭരിച്ചാലും ചില ആൾക്കാർ കള്ളത്തരം പറഞ്ഞ് ആ ഒരു സർക്കാരിനെ അധിക്ഷേപിക്കുന്നത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി കാണുന്ന കാര്യമാണ്. മാത്രമല്ല ഞാൻ അവിടെ ജൂറി ആയിരുന്നുകൊണ്ട് പറയുകയാണ്, അവിടെ രാഷ്ട്രീയത്തിന്റെ ഒരു സർക്കാരിന്റെ യാതൊരു ഇടപെടലും ഈ ഒരു ജൂറിയുടെ ഇല്ലായിരുന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഓക്കെ, അപ്പോ എന്താണെങ്കിലും മമ്മൂക്കാന്റെ ഒരു പടവും അവിടെ ചെന്നിട്ടില്ല എന്നാണ് ഇങ്ങേര് പറഞ്ഞ ജൂറി അംഗമാണ്. അപ്പൊ അങ്ങേര് അതിന്റെ കറക്റ്റ് കാര്യം പറയും.
പക്ഷെ ഇതില് ഒട്ടും പൊളിറ്റിക്സ് ഇല്ല. ഇതിൽ അങ്ങനെ അവാർഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതൊന്നും നോക്കാറില്ല. ഫിലിം മേക്കിംഗ്, ക്വാളിറ്റി, ആ നടന്റെ അഭിനയം, മൊത്തത്തിൽ എല്ലാം കൂടിയും പ്യുവറായിട്ട് നോക്കിയിട്ടേ കൊടുക്കാറുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് ദഹിക്കാൻ ശേഷം പാടാണ്. ഇതിന് മുന്നത്തെ കൊല്ലം വന്ന റിസൾട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് ദഹിക്കൂല. ഓക്കെ, ഇനിയിപ്പോ മമ്മൂക്കാന്റെ പടം അയച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏത് എന്ത് കെട്ടാനാ എന്നുള്ളൊരു മൈൻഡ് കൊണ്ട് ഞാൻ അയക്കാതിരുന്ന എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ പടം ഒന്നും അവിടെ എത്തിയിട്ടില്ല. എത്താത്തത് കൊണ്ട് തന്നെ അങ്ങേരില്ല. ഓക്കെ, ഇനി കമ്മിങ് ടു സ്റ്റേറ്റ് അവാർഡ്സ്. സ്റ്റേറ്റ് അവാർഡിന്റെ കാര്യം പറയുമ്പോൾ അവിടെയും ഭയങ്കരമായിട്ടുള്ള സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് പറയുന്നു ആട് ജീവിതത്തിന് എന്തിനു കൊടുത്തു എന്ന് ചോദിക്കുന്നു. മനസ്സിലായോ? കാതലിന് കൊടുക്കാതെ, മമ്മൂക്കാക്ക് കൊടുക്കാതെ ആട് ജീവിതത്തിൽ പൃഥ്വിരാജിന് എന്ത് കൊടുക്കുന്നു, എന്തിനു കൊടുത്തു? ഫാൻസി ഇൻട്രസ്റ്റ് അല്ലേ പൃഥ്വിരാജ് ചെയ്തതെന്നൊക്കെയാണ് ചില ആൾക്കാർ കമന്റ് ഇടുന്നതും ചിലർ വീഡിയോ ഇട്ടിട്ട് പറയുന്നു. എടേ എന്തോന്നടേ ഇത്? ഒരു ആക്ടറിന്റെ എൻറ്റയർ കരിയർ എടുത്ത് നോക്കിയാൽ 1-2 സിനിമകൾ, മേ ബി ഒരു സിനിമയെ കാണൂ, അയാളെ കുറേ ഇയേഴ്സ് ആ ഒരു സിനിമയുടെ ബാക്കിലിട്ട് കുറേ ട്രാൻസ്ഫോർമേഷൻസ് വരുത്തി, കുറേ പഠിച്ച്, കുറേ എഫേർട്ട് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സിനിമകളുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയാണ് പൃഥ്വിരാജിന്റെ ലൈഫിൽ ആടുജീവിതം എന്ന് പറയുന്നത്. അത് പൃഥ്വിരാജിന് മാത്രമല്ല, ദ എൻറ്റയർ ടീമിന്. അവർ സ്ട്രഗിൾ ചെയ്ത ആ സ്ട്രഗ്ലിങ് ഫേസും അവർ എടുത്ത എഫേർട്ടുകളും, അതൊരു വണ്ടർഫുൾ ക്രാഫ്റ്റ് ആയിരുന്നു ആടുജീവിതം, അല്ലേ? എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ. ആടുജീവിതം ഈസ് എ ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ്. അതായത് ദിസ് ഈസ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ലോകത്തിന് മുന്നിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. ആൻഡ് പെർഫോമൻസുകൾ, ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ അതിനകത്ത് കിടിലം പെർഫോമൻസ്. ആൻഡ് ഓബ്വിയസ്ലി ലീഡ് റോൾ ചെയ്തത് പൃഥ്വിരാജ് സുകുമാരൻ. അങ്ങേർക്ക് കിട്ടിയതിൽ എന്താണ് ഇത്ര വലിയ വിഷയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് എസ്പെഷ്യലി മറുനാടനിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നെന്ന്. ആ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാട്ടാ. പുതിയ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ മികച്ച നടനാവുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നത് മമ്മൂട്ടിയോ പൃഥ്വിരാജോ ആണ്. പുരസ്കാര പ്രഖ്യാപനം വന്നപ്പോൾ മമ്മൂട്ടിക്കല്ല പൃഥ്വിരാജിനാണ് പുരസ്കാരം. പൃഥ്വിരാജ് ആരാധകർ ആവേശം കൊള്ളുമ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് നിരാശയാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇതുവരെ കിട്ടിയിരിക്കുന്നത് 6 സംസ്ഥാന പുരസ്കാരങ്ങളാണ്. മമ്മൂട്ടി മോഹൻലാലിനെ മറികടന്ന് 7 ആക്കുമെന്ന് കരുതിയിരുന്ന മമ്മൂട്ടി ഫാൻസിനെ നിരാശപ്പെടുത്തുന്നതായിരുന്നു 3ാമത്തെ പൃഥ്വിരാജിന്റെ പുരസ്കാരം. വാസ്തവത്തിൽ കാതലിൽ മമ്മൂട്ടി നടത്തിയ അഭിനയത്തെക്കാൾ എന്തു മികവാണ് പൃഥ്വിരാജിന്റെ ഫാൻസി ഡ്രസ്സിനെ എന്ന് ആരാധകർ ചോദിക്കുന്നു. പൃഥ്വിരാജ് ഒരുപാട് കഠിന പ്രയത്നം ചെയ്യുകയും പട്ടിണി കിടക്കുകയും ഒക്കെ ചെയ്തു എന്നത് ശരിയാണെങ്കിലും ഭേദപ്പെട്ട അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചതെങ്കിലും പൃഥ്വിരാജിന്റെ നജീബ് അസാധാരണമായ അഭിനയ ചാരിതയുടെ ഉദാഹരണമായി സിനിമയെ സ്നേഹിക്കുന്നവർ വിലയിരുത്തുന്നില്ല. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഊതിപ്പെരിപ്പിച്ച സിനിമയാണ് ആടുജീവിതം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു അറുബോറൻ സിനിമ എന്നാണ് പലരും അതിനെ വിലയിരുത്തുന്നത്. എന്നാൽ ആടുജീവിതം പോലെ മഹത്തായ ഒരു സിനിമാ സൃഷ്ടി മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആടുജീവിതത്തിന് കുറഞ്ഞത് ഓസ്കാർ കിട്ടണം എന്ന് തള്ളിയവരായിരുന്നു അധികവും. ആ തള്ളൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോൾ റെക്കോർഡ് കളക്ഷൻ നേടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ കണക്ക് ആർക്കും അറിയില്ല. ആടുജീവിതം കണ്ടവർ ആത്മാർത്ഥമായി പറയുന്നത് അതൊരു അറുബോറൻ സിനിമയായിരുന്നു. ആ സിനിമയിലെ ഒരു 40% എഡിറ്റ് ചെയ്ത് കളയേണ്ടതായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ആടുജീവിതത്തിന് കൊടുത്ത ആ തള്ള് ചലച്ചിത്ര അവാർഡ് ജൂറിയും ഏറ്റെടുത്തു എന്ന് നിർഭാഗ്യകരമായി പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും അധികം പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആടുജീവിതത്തിനാണ്. അതിലൊന്ന് പൃഥ്വിരാജിന് കിട്ടിയ മികച്ച നടനുള്ള അഭിനയമാണ്. പൃഥ്വിരാജിന്റെ അഭിനയം മോശമായിരുന്നില്ല. പക്ഷെ മമ്മൂട്ടി കാതലിൽ നടത്തിയ അഭിനയത്തിന്റെ 7 അയൽപ്പക്കത്തെത്തിയില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ. ഭ്രമയുഗം കൂടി ഇക്കുറി പരിഗണിച്ചിരുന്നെങ്കിൽ തീർച്ചയായും പൃഥ്വിരാജിന് പുരസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അത്ര മികച്ച അഭിനയമാണ് മമ്മൂട്ടി കാതലിലും ഭ്രമയുഗത്തിലും ഒക്കെ വെച്ചത്. ആടുജീവിതത്തെക്കാൾ എത്രയോ മികച്ച സിനിമയായിരുന്നു, എത്രയോ കലാമൂല്യവും സാങ്കേതിക മികവുമുള്ള സിനിമയായിരുന്നു, എത്രയോ ആളുകളെ കോരിത്തെരിപ്പിച്ച സിനിമയായിരുന്നു 2018. ആ മികവ് കൊണ്ടാണ് 2018 ഓസ്കാറിന് പോലും പരിഗണിക്കപ്പെട്ടത്. ഓസ്കാറിന് വരെ പരിഗണിക്കപ്പെട്ട 2018 പൂർണ്ണമായും തിരസ്കരിക്കപ്പെടുകയും പകരം ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ജനപ്രിയ സിനിമയുടെ പുരസ്കാരം ആടുജീവിതം നേടുകയും ചെയ്തത് ഞെട്ടിക്കുന്ന ദുരന്തമായി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പണ്ട് വല്ല ആട് ഓടിച്ചിട്ട് കുത്തിയിട്ടുണ്ടോ തോന്നുന്നുണ്ട്. അതാണ് ഈ ആട് നീക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞെട്ടിച്ച് ദുരന്തം എന്നൊക്കെയുള്ള സംഗതിയൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ.
എന്താണെങ്കിലും ഇവിടുത്തെ മീഡിയാസൊക്കെ ഇപ്പം ഈ പറഞ്ഞ ഞാൻ കേസുകൂട് എന്ന് പറഞ്ഞ സിനിമ പരിഗണിച്ചിട്ടുണ്ട്. അന്തിമ പട്ടികയിൽ ഋഷഭ് ഷെട്ടിക്കൊപ്പം കുഞ്ചാക്കോ ബോബൻ നൻപകൽ നേരത്ത് മയക്കം അവാർഡിന് അയച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, തിരുത്തി പറഞ്ഞു. ആദ്യം അവർ പറഞ്ഞത് മമ്മൂക്കപ്പം പോവും, മമ്മൂക്ക പോകുന്നുണ്ട്, മമ്മൂക്ക ഇവിടെ അവിടെയും മമ്മൂക്ക കുമ്പിടിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ മാറ്റി പറഞ്ഞതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഋഷഭ് ഷെട്ടി ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും അവർ മമ്മൂക്കാനെ, അതായത് മീഡിയാസ് അങ്ങോട്ട് ചോദിക്കുകയാണ് ഇവരോട്. കാരണം മീഡിയാസിൻ്റെ ഒക്കെ വിചാരം മമ്മൂക്കയാണ് ഇവർക്ക് ഫൈറ്റ് കൊടുക്കണതെന്നാണ്. മമ്മൂക്കാർ നാഷണൽ അവാർഡിന് മമ്മൂക്കാൻ്റെ സിനിമ പോയില്ല എന്ന് പറഞ്ഞു, പൃഥ്വിരാജിന് ഇവിടെ അവാർഡും കിട്ടി. അപ്പോൾ മമ്മൂക്കാനെ കുറിച്ച് എറിഞ്ഞിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഈ രണ്ടുപേരും മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു ലെജൻഡിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടോട്ടാ. ಖಂಡಿತವಾಗ್ಲೂ ಖುಷಿ ಇದೆ. ಅವರು ನನಗೆ ಗೊತ್ತಿಲ್ಲ, ನಾನು ಅದನ್ನ ಮೀಡಿಯಾದಲ್ಲಿ ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ನೋಡಿರೋದು ಅಷ್ಟೇ. ಯಾಕಂದ್ರೆ ಅಲ್ಲಿ ಯಾವ್ಯಾವ ಸಿನಿಮಾಗಳು ಸೆಲೆಕ್ಟ್ ಆಗಿರುತ್ತೆ ಆ ವಿಚಾರಗಳು ನಮ್ಗೆ ಗೊತ್ತಾಗಲ್ಲ. ಸೊ ನಾನು ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ಒಂದಷ್ಟು ಜನ ಹಾಕಿದ್ದು ನೋಡಿ ನನಗೆ ಗೊತ್ತಾಗಿದ್ದು. ತುಂಬ ಲೆಜೆಂಡ್ರಿ ನಟರು ಅವರೆಲ್ಲ. ಸೊ ಅವರ ಮುಂದೆ ನಿಲ್ಲುವಷ್ಟು ಶಕ್ತಿ ಇದೆಯಾ ನಮಗೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಸೊ ಒಂದು ಸಿನಿಮಾ ಪರ್ಟಿಕ್ಯುಲರ್ ಆಗಿ ಒಂದು ಸಿನಿಮಾಗೆ ಮಾಡಿರೋ ಪಾತ್ರವನ್ನು ಕನ್ಸಿಡರ್ ಮಾಡಿಕೊಟ್ಟಿರ್ತಾರೆ ಅಂತ ಅನ್ಕೊಳ್ತೀನಿ ನಾನು. ಸೊ ಅವರೆಲ್ಲ ಅಲ್ಲಿ ಇದ್ರು ಅಂದ್ರೆ ನಾನು ಬಹಳ ದೊಡ್ಡ ಪುಣ್ಯವಂತ ಅಂತ ಅನ್ಕೊಳ್ತೀನಿ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഋഷഭ് ഷെട്ടിയൊക്കെ ഇങ്ങനെ മമ്മൂക്കാനെ കുറിച്ചിട്ട് അത്രയും എന്താ പറയുക, എൻ്റെ ഒരു ഭാഗ്യം, ഞാൻ എൻ്റെ അത്രയും ഒരു എന്താ പറയുക അങ്ങേരെ കൂടെ എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷഭ് ഷെട്ടി പറയുമ്പോൾ News 18 കേരളം അടിയിൽ റൊഷാക്കിൽ മറ്റേ മമ്മൂക്ക ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, ഒന്ന് കളിയാക്കുകയാണോ മമ്മൂക്കാനെ? എന്തുവാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്, ഋഷഭ് ഷെട്ടി പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരുമാതിരി മറ്റേ മമ്മൂക്കാനെ ഊക്കാൻ വേണ്ടി വെച്ച പോലെ ഉണ്ട്. മറ്റോടത്താണെന്നുണ്ടെങ്കിൽ മറുനാടല്ല സാജൻസ് കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് ഞാൻ പറഞ്ഞില്ലേ എവിടുന്നോ ആടിൻ്റെ കുത്ത് കിട്ടിയതിൻ്റെ ഭാഗ്യമോ അല്ലെങ്കിൽ ആട് ഓടിച്ചിട്ട് കടിച്ചതിൻ്റെ ഭാഗ്യമാണോ എനിക്കറിയാൻ പാടില്ല. എത്ര 9 അവാർഡൊക്കെ ഉണ്ട് ആട് ജീവിതത്തിന്. ബട്ട് സ്റ്റിൽ അങ്ങേർക്ക് ആട്, അത് ഓരോരുടെ പേഴ്സ്പെക്റ്റീവാണ് ഓരോരുത്തരുത്. അങ്ങേര് ഇടയ്ക്ക് പറയുന്നുണ്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ബെറ്റർ കാതല്ല മമ്മൂക്കയെന്ന് പറയുന്നുണ്ട് അങ്ങേര്. എന്നാലും ഇതൊട്ടും അങ്ങനെ എഴുതി തള്ളണ്ട മറ്റേ ഫാൻസി ഡ്രസ് എന്ന് പറയേണ്ട സാധനമൊന്നും അല്ലല്ലോ പൃഥ്വിരാജിന്റെ ആട് ജീവിതത്തിൽ. യെസ്, ഫൈനൽ സ്റ്റേജിൽ മികച്ച നടനുള്ള പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച രണ്ടുപേർ, അത് നമുക്കറിയുന്നത് പോലെ മമ്മൂട്ടി, പൃഥ്വിരാജ്. കാതൽ കോർ എന്ന ചിത്രമാണ് ജിയോ ബേബി മമ്മൂട്ടി ചിത്രം. അപ്പോൾ അതാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അതിലാണ് ശക്തമായ മത്സരം നടന്നതാണ്. അപ്പം മമ്മൂട്ടിയുമായി മത്സരിച്ച് ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോ അവസാന കാറ്റഗറി വന്ന ഈ ചിത്രങ്ങൾ കാതൽ കോർ ആണെങ്കിലും യെസ് ആടുജീവിതമാണെങ്കിലും മമ്മൂക്കയുമായിട്ടൊക്കെ ഞാൻ എന്ത് മത്സരിക്കാനാണ്? അദ്ദേഹത്തിന്റെ ഒക്കെ സിനിമകൾ കണ്ടു വളർന്നാണ് ഞാൻ അഭിനയം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇനിയും ഒരു എന്താണ് ഒരു സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു, ഐ ഡോണ്ട് നോ, മേ ബി ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയിട്ടുള്ള നടൻ അദ്ദേഹമായിരിക്കും തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ. പക്ഷെ അങ്ങനെയൊന്നും അതിനെ ഫ്രെയിം ചെയ്യുന്നത് തന്നെ എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. കാതലിൽ മമ്മൂക്ക വാസ് ഔട്ട്സ്റ്റാൻഡിങ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാതൽ മാത്രമല്ല, ആക്ച്വലി കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ മമ്മൂക്കയുടെ ലാൻഡ്മാർക്ക് പെർഫോമൻസസ് ഉള്ള സിനിമകളാണ്. ഓഫ്കോഴ്സ് ഈ വർഷം സംസ്ഥാന അവാർഡ് ജഡ്ജ് ചെയ്യാനിരുന്ന ജൂറി, അത് 4-5 പേർക്ക് ഒടുവിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുക്കേണ്ടത് ഇയാൾക്കാണെന്ന് തോന്നിയതിന്റെ പേരിലാണ് എനിക്ക് ആ അവാർഡ് കിട്ടിയത്. അതല്ലാതെ മമ്മൂക്കയുമായിട്ട് മത്സരിച്ച് ഞാൻ ആ അവാർഡ് കിട്ടിയതെന്ന് ഞാൻ അതിനെ കരുതുന്നില്ല. സത്യത്തിൽ എന്നെ പോലെയുള്ള യങ് ആർട്ടിസ്റ്റുകൾക്ക് എന്ത് അംഗീകാരം കിട്ടുമ്പോഴും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ വളരെ പ്രൗഡ് ആകേണ്ടതാണ്. കാരണം അവരൊക്കെയാണ് നമുക്കൊരു ഡയറക്ഷൻ തന്നിട്ടുള്ളത്. നമ്മളൊക്കെ വളർന്നത് അവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്, നമ്മുടെയൊക്കെ ഓരോ പെർഫോമൻസിലും അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അവരുടെ സിനിമകൾ കണ്ടും അവരുടെ കഥാപാത്രങ്ങൾ കണ്ടും അവര് ആ പ്രോസസ്സിനെ എങ്ങനെയാണ് അവര് കാണുന്നത് എന്നുള്ളത് അടുത്ത് നിന്ന് നോക്കിക്കണ്ട് പഠിച്ചതിന്റെയൊക്കെ ഒരു ഗുണമാണ് എന്റെ ജനറേഷനിലെ ആക്ടേഴ്സിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരാണ് ശരിക്കും ഇന്നും മലയാള സിനിമയിലെ സ്റ്റാൻഡേർഡ്, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അവര് തന്നെയാണ്. അപ്പോ അങ്ങനൊരു മത്സരിച്ച് ജയിച്ചു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പൃഥ്വിരാജ് ആണെന്നുണ്ടെങ്കിലും ഋഷഭ് ഷെട്ടി ആണെന്നുണ്ടെങ്കിലും ഏതൊരു ആക്ടറിനോടോ ആക്ട്രസിനോടോ നിങ്ങൾ പോയിട്ട് ലാലേട്ടനെ കുറിച്ചോ മമ്മൂക്കാനെ കുറിച്ചോ ഒക്കെ നിങ്ങളൊന്ന് ചോദിക്കും. അവർക്ക് ഇതിലും കൂടുതൽ, ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞതിലും കൂടുതൽ, കാരണം അവർ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്. ലാലേട്ടൻ, മമ്മൂക്ക എന്നുള്ളൊക്കെ ലെജൻഡുകളിൽ നിന്നാണ് അവർ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ് സിനിമ, എങ്ങനെ അഭിനയിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ലിവിങ് യൂണിവേഴ്സിറ്റീസ് ആണ് അവരിവിടെ. അപ്പൊ പിന്നെ അവരോട് മത്സരിച്ചിട്ട് അല്ലെങ്കിൽ
അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പം ഈ ലാലേട്ടനാണെങ്കിൽ മമ്മൂക്കാക്കാണെങ്കിൽ ഈ കിട്ടിയ സാധനം നാഷണൽ അവാർഡോ ഇനി സ്റ്റേറ്റ് അവാർഡോ കിട്ടിക്കൊണ്ടുപോയി ഷെൽഫിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം അവർ ഓൾറെഡി പ്രൂവൺ, ദേ ആർ ലെജൻഡ്സ്. ഹോൾ ഓഫ് ഫെയിമും കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇനിയുള്ള സിനിമകൾ തിയേറ്ററിൽ കണ്ട് കൈയടിച്ച് അവർ എത്ര കാലം അഭിനയിക്കുക അത്രയും നമ്മൾ ആഘോഷിച്ച് ആസ്വദിച്ച് പോവുക. ദാറ്റ്സ് ഇറ്റ്, സിമ്പിളാണ് കാര്യം. ഇത് ചുമ്മാ അവാർഡ് അങ്ങനെ തരില്ല, കിട്ടിയില്ല, കൊടുത്തില്ല, ഓക്കെ രാഷ്ട്രീയം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളൊക്കെ കാണൂടെ. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഒരു നടൻ, ഒരു നടി, ഒരു സിനിമ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് തിയേറ്ററിൽ നിന്ന് ആളുകൾ അടിക്കുന്ന കയ്യും വിസിലും ആ റെസ്പോൺസാണ്, അതിലും കൂടുതലില്ല. പിന്നെ ഇതൊക്കെ ഒരു നടൻ്റെയോ നടിയുടെയോ കരിയറിൽ ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവരുമായിരിക്കും. അവരുടെ ഒരു ഇനീഷ്യൽ, ഇപ്പോൾ ഒരു യങ് ആക്ടർ, ഒരു ആക്ട്രസ്, ഒരു ഫിലിം മേക്കർ, ഒരു ഡയറക്ടർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നാഷണൽ അവാർഡ് കിട്ടി, ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ചേഞ്ച് വരുമല്ലോ, ലൈക്ക് റെമ്യൂണറേഷൻ്റെ ചേഞ്ച്, ആ ലെവൽ ഓഫ് സാധനത്തിൻ്റെ ചേഞ്ച്, അവർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിൽ വരുന്ന മാറ്റം, അതിനൊക്കെ ഈ സാധനം ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും ഒരു യങ് ആക്ടർ ആക്ട്രസിന്. അല്ലാതെ ലെജൻഡും അതിലുള്ള ലാലേട്ടനും മമ്മൂട്ടിക്കും ഇനി നാഷണൽ അവാർഡ് കിട്ടിയ എന്താ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എന്താ, ദേ ആർ ഓൾറെഡി ദേർ. ഇപ്പോൾ യങ് ആയിട്ടുള്ളവർക്ക് ഈ സാധനം ഞാൻ പറഞ്ഞു ഒരു ചേഞ്ച് അവരുടെ കരിയറിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ മാറ്റം വരാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഈ ഒരു സാധനം കൊണ്ട്, പ്രത്യേകിച്ച് റെമ്യൂണറേഷനൊക്കെ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ നാഷണൽ അവാർഡോ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് പൈസയൊക്കെ വേറെ കൂടുതൽ അടിച്ച് വാങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ രീതിയിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവും യങ് ആയിട്ടുള്ളവർക്ക്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഈ ലാലേട്ടനും മമ്മൂട്ടിക്കും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഓക്കെ, ദേ ആർ ഓൾറെഡി പ്രൂവൺ ലെജൻഡ്സ്. പിന്നെ ഇതിൻ്റെ പേരിൽ ഇനി കടന്ന് കുറേ അടിയും കച്ചനും ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ചില സമയത്ത്, എന്തോന്നടേ ഇതൊക്കെ. കഴിഞ്ഞ കൊല്ലത്തെ പ്രത്യേകിച്ച് നാഷണൽ അവാർഡ് കണ്ടപ്പോൾ ഞാൻ ഏറെക്കുറെ ഉറപ്പിച്ചത് എന്തെന്നായത് എന്നുള്ളത്. ഇപ്രാവശ്യത്തെ പിന്നെയും ബെറ്ററാന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പം എന്താണെങ്കിലും ആടുജീവിതത്തിലെ പൃഥ്വിരാജിനാണെങ്കിലും കാതലിലെ മമ്മൂക്കാക്കാണെങ്കിലും കാന്താരയിലെ ഋഷഭ് ഷെട്ടിക്കാണെന്നുണ്ടെങ്കിൽ ആർക്കത് കിട്ടിക്കോട്ടെ, അവരെ എഫേർട്ടിൻ്റെ ഒരു ഇതാണ് അവർക്ക് കിട്ടുന്നത്. അവർ ഈ അവാർഡിനേക്കാൾ കൂടുതൽ ഇവരെല്ലാവരും മോസ്റ്റ് വാല്യുബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പ്രേക്ഷകരുടെ അഭിപ്രായവും കയ്യടിയും നമ്മളെ സ്നേഹവും നമ്മളെ ഇഷ്ടമാണ്. ഓക്കെ, നമ്മളിനിപ്പോൾ ഈ ഇതിൻ്റെ പേരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാതിരുന്ന ബെറ്റർ. പിന്നെ PR വർക്കും കാര്യങ്ങളൊക്കെ നടക്കുമോടി, അതൊന്നും നടക്കാതിരിക്കുകയൊന്നുമില്ലല്ലോ. ഏത് ഒരു സൈഡിൽ നിന്ന് മമ്മൂക്കാൻ്റെ PR ഇറങ്ങും, അപ്പുറത്തെ സൈഡിൽ നിന്ന് പൃഥ്വിരാജിൻ്റെ PR ഇറങ്ങും, ഒരു സൈഡിൽ നിന്ന് ഋഷഭ് ഷെട്ടീൻ്റെ PRും വെറുതെ ഇരിക്കില്ല. പിന്നെ കുറേ രാഷ്ട്രീയക്കാരും ഇറങ്ങും. ഏത് BJPക്ക് താങ്ങാൻ ഇപ്പുറത്തുനിന്ന് കുറേ ആൾക്കാർ, ഇപ്പുറത്തേക്ക് താങ്ങാൻ കുറേ ആൾക്കാർ. ഇടയിൽ കുറച്ച് വ്യൂ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. സാധിക്കണേ.